ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. മാവ് എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്കിത് പരത്തിയിട്ട് പെർഫെക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ട മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി ഞാൻ ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഇനി ഇത് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊരു 4 ബോൾസാക്കി എടുക്കുകയാണ്. ഇതുപോലെ ബോൾസാക്കി എടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഗോതമ്പ് മാവ് ഇതുപോലെ തൂവി കൊടുത്തിട്ട് നമ്മൾ ബോൾസാക്കി എടുത്ത മാവില്ലേ അത് ഓരോന്നായിട്ട് പരത്തിയെടുക്കുക. ഈ മാവ് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം എന്നില്ല. നമ്മളിത് പരത്തിയെടുത്തതിന് ശേഷം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരുപാട് നൈസായിട്ടില്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടില്ല, ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം ആദ്യം ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മാവ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ മാവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ മാവ് ഒരുപാട് നൈസായിട്ടില്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടില്ല, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ. ഇനി ഓരോ പീസും ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുക്കുക. ആദ്യം 2 മൂല പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള 2 മൂലകളും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ നമുക്കിത് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ മടക്കിയെടുക്കുക. 4 മൂലകളും ഇതുപോലെ മടക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇനി ഇത് ഈ ഒരു രീതിയിൽ തന്നെ മടക്കിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഷേപ്പിൽ മടക്കിയെടുക്കാൻ അറിയെങ്കിൽ അങ്ങനെ മടക്കിയെടുത്താലും മതി. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്കിതുപോലെ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ മടക്കിയെടുക്കുന്നത്. ഇത് മടക്കിയെടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഒരു തവണ നിങ്ങൾ മടക്കിയെടുത്താൽ ഇങ്ങനെ മടക്കിയെടുക്കാൻ വളരെ ഈസിയാണെന്ന് മനസ്സിലാവും. ഇപ്പം ഞാനിത് മുഴുവനും ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ തടവിയ 2 പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മടക്കിയെടുത്ത മാവില്ലേ അത് ഓരോന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ മടക്കിയെടുത്ത മാവ് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ മാവ് വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കുക. ഈ സമയത്ത് ഇത് തവി കൊണ്ട് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ.
ഈ മാവ് വെന്ത് വരുന്നതിനനുസരിച്ച് ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വരും. ഇതിന് അധിക കുക്കിംഗ് ടൈം ഒന്നുമില്ല, ഒരു 2.5-3 മിനിറ്റിനുള്ളിൽ ഇത് മുഴുവനും മുകളിലേക്ക് പൊങ്ങി വരും. ഇത് മുഴുവനും പൊങ്ങി വരുന്ന ആ ഒരു സമയം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇപ്പം നമ്മുടെ മാവ് മുഴുവനും മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിതൊരു 2.5 മിനിറ്റ് ആയപ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും ഒരു സ്ട്രെയിനർ കൊണ്ട് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ഞാനിതൊരു സ്ട്രെയിനറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഗോതമ്പ് പൊടി കൊണ്ട് ഹോം മെയ്ഡ് പാസ്തയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചൂടാറി വരുമ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയും പച്ചമുളകും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാഗി മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഈ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. മാഗി മസാല പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഹോം മെയ്ഡ് പാസ്തയാണ്. നമ്മൾ വേവിച്ച പാസ്ത മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ മസാലയും സോസൊക്കെ ഈ പാസ്തയിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ പാസ്ത മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിനി ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ പാസ്ത ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു പാസ്ത റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് ആണല്ലോ പാസ്ത. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എപ്പോഴും ഇതുപോലെ അവർക്കുണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ പാസ്ത ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് ഹെൽപ്പാവും. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.